ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി സ്പാനിഷ് അഭ്യന്തര യുദ്ധകാലത്ത് കൊല്ലപ്പെട്ട അൽമായൻ ഉൾപ്പെടെ 2 സ്പാനിഷ് രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ട പദവിയിൽ. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ബാഴ്സലോണയിലെ തിരുക്കുടുംബ ബസിലിക്ക ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മത്തിലാണ് വൈദികനായ ഫാദർ കയറ്റാനോ ക്ലോസലസ് ബാൽവയും ആന്റോണിയോ ടോർട്ട് റീക്സാക്സ് എന്ന അൽമായ രക്തസാക്ഷിയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. ഫ്രാൻസിസ് പാപ്പായെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഘത്തലവൻ കർദിനാൾ മാർസെല്ലോ സെമറാരോ പ്രഖ്യാപനം നടത്തി. ഫാദർ കയറ്റാനോ ക്ലോസലസ് 1863 ഓഗസ്റ്റ് 5-ന് ബാഴ്സലോണയിലെ സബതയിൽ എന്ന സ്ഥലത്തായിരുന്നു കയറ്റാനോ ക്ലോസലസിന്റെ ജനനം. 1888 മെയ് 3-ന് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം വിവിധങ്ങളായ അജപാലന ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. ഏറ്റവും ദുർബലരായ ആളുകൾക്കിടയിൽ അദ്ദേഹം നടത്തിയ സേവനം അനേകരെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു. 2 പതിറ്റാണ്ടോളം ഒരു വൃദ്ധസദനത്തിൽ അജപാലന ദൗത്യം നിർവഹിച്ച് നിരവധി പേർക്ക് സാന്ത്വനമേകി. 1936-ൽ മതപരമായ പീഡനത്തിന്റെ അപകടമുണ്ടായിട്ടും ഫാദർ കയറ്റാനോ പരിചരണത്തിൽ പ്രായമായവരെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു. പ്രായമായവരെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്റെ രക്തം ചൊരിയേണ്ടി വന്നാലും ഞാനത് സ്വീകരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 1936 ഓഗസ്റ്റ് 14-ന് ഫാദർ കയറ്റാനോയെ സൈന്യം പിടികൂടി. പിറ്റേന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ ഫാദർ കയറ്റാനോയെ വധിക്കുകയായിരുന്നു. പാവപ്പെട്ടവരുടെ പിതാവ് എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 11 കുട്ടികളുടെ പിതാവായിരുന്ന ആന്റോണിയോ ടോർട്ട് 1895-ൽ ബാഴ്സലോണയിൽ ജനിച്ച ആന്റോണിയോ ടോർട്ട് റീക്സാക്സ് സ്വർണ്ണാഭരണ വ്യാപാരിയായിരുന്നു. 1917-ൽ അദ്ദേഹം മരിയ ജോസഫ ഗാവിനെ വിവാഹം കഴിച്ചു. അവർക്ക് 11 കുട്ടികളുണ്ടായിരുന്നു. തൊഴിൽപരമായി ഒരു ജുവലറി നടത്തിയിരുന്ന അദ്ദേഹം ബാഴ്സലോണയുടെ മധ്യഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. ശക്തമായ വിശ്വാസത്തിന് ഉടമയായ അദ്ദേഹം പ്രാദേശിക സഭാപ്രവർത്തനങ്ങളിലും മരിയൻ ദേവാലയങ്ങളിലേക്കുള്ള വിവിധ തീർത്ഥാടനങ്ങളിലും പങ്കെടുത്ത് തന്റെ കത്തോലിക്കാ വിശ്വാസം മാതൃകാപരമായി തുടർന്നു വരികയായിരുന്നു. 1936-ലെ മതപീഡന സമയമായിരുന്നു അത്. മതപീഡന വേളയിൽ സ്വജീവന് അപകടമാണ് എന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അദ്ദേഹം നിരവധി വൈദികർക്കും സന്യസ്തർക്കും സ്വഭവനത്തിൽ അഭയം നൽകാൻ തയ്യാറായി. തന്റെ സഹോദരൻ ബിഷപ്പ് മാനുവൽ ഇരുരിറ്റയ്ക്കും ഒരു വൈദികനും 4 കന്യാസ്ത്രീകൾക്കും സ്വന്തം വീട്ടിൽ അഭയം നൽകിയ സമയമായിരുന്നു അത്. 1936 ഡിസംബർ 1-ന് സായുധ സൈന്യം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഇരച്ചു കയറുകയും എല്ലാം കവർന്നെടുക്കുകയും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 3-ാം തീയതി രാത്രി സൈന്യം ആന്റോണിയോയെ മോന്ത്കാദാസ് സെമിത്തേരിയുടെ സമീപത്ത് കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുകയായിരുന്നു.